എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സെൻഗോക്കു ആളാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ ബ്രദർ അവൻ രക്ഷിച്ചത് ട്രഫാർഗർലോയെ ആണെന്നറിഞ്ഞ് അങ്ങനെ ഷോക്കാവുകയാണ്. ഉടനെ ട്രഫാർഗർലോ അവൻ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് സെൻഗോക്കുവിനോട് പറയാൻ തുടങ്ങും. ആക്ച്വലി അവൻ ഡോഫ്ലമിംഗോയെ പോലെ ആയിരുന്നില്ല. ആക്ച്വലി ഡോഫ്ലമിംഗോയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് തിരുത്താൻ അവൻ ഒരുപാട് ശ്രമിച്ചു. അത് തിരുത്താൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കിയ അവനാണെങ്കിൽ അവൻ്റെ ടീമിലുള്ള ഓരോരുത്തരെയും രക്ഷപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ്റെ ടീമിൽ കൂടിയവരെല്ലാവരും അവനെ കഴിഞ്ഞും ഫസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് അവൻ എന്നെ തിരിച്ചറിഞ്ഞതും എന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ട അവൻ ഞാനുമായിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞത്. അതിനുശേഷം ഒരുപാട് ഹോസ്പിറ്റലുകൾ തോറും അവൻ എന്നെ കൊണ്ടുപോയി. അവസാനം ഞങ്ങൾക്ക് രക്ഷയായി വന്നത് ആ ഒരു ഡബിൾ ഫ്രൂട്ട് ആയിരുന്നു. എൻ്റെ ജീവന് വേണ്ടി അവൻ അവൻ്റെ ജീവൻ അത് ത്യജിച്ചു. സോ അവന് വേണ്ടി ഡോഫ്ലമിംഗോയെയും അവൻ്റെ ടീംമേറ്റ്സിനെയും തകർക്കുമെന്ന് ഞാൻ അന്ന് ശപഥം ചെയ്തതാണ്. എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട് ലൂഫി അവനെ കൊണ്ടത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലോയാണെങ്കിൽ അങ്ങനെ ആശ്വസിച്ച് നിൽക്കുകയാണ്. സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം ലോയോട് പറയും, ആക്ച്വലി ആ ബ്രദറിന് നിന്നോട് മറ്റൊരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നീ വെറുതെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കേണ്ട. സമയമാകുമ്പോൾ അത് നീ താനെ അറിയും. മാത്രമല്ല സത്യത്തിൽ ഇത്രയും സമയത്തിനുള്ളിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ നീ അവന് വേണ്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ എനിക്കതിന് കഴിയുന്നില്ല. സോ നിനക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ക്യാഷ്വലായിട്ട് നടന്നു പോകും. ലോയാണെങ്കിൽ ആളെ തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ കാണിക്കും. ആളുടെ തൊട്ട് മുൻപിൽ നമ്മുടെ പച്ചത്തലേനും ഒരു ബറ്റാലിയൻ ടീമും. പച്ചത്തലേനാണെങ്കിൽ ഇപ്പൊ അവന്റെ ബാരിയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ബാരിയർ അത് തകർത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ലൂഫിയൻ ടീമിനെയും ഇവിടുന്ന് സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്തും. അത് കേട്ട് നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളുടെ സ്റ്റിക്ക് അതങ്ങനെ നിലത്ത് കുത്തുകയാണ്. അടുത്ത നിമിഷം പവർ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അവിടെ ഉണ്ടായിരുന്ന കട്ട, കമ്പ് എന്നിങ്ങനെയെല്ലാം ആ പവറിൽ മുകളിലേക്ക് ഉയരും. ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഇപ്പോ കമ്മോഡിറ്റിയുടെ വലിപ്പവും സൈസും ഒക്കെ കൂടി കൂടി വരികയാണ്. അതിനുശേഷം ഉണ്ടായിരുന്ന വലിയ ബിൽഡിങ്ങുകൾ അതിനെ അടക്കം അങ്ങനെ തകർത്ത് സ്കൈയിലേക്ക് കൊണ്ടുവരും. ജനങ്ങൾക്കെല്ലാം ഭയങ്കര ആകാംക്ഷയും അത്ഭുതവും പേടിയും വിഷമവും തോന്നും. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ട് പാച്ച് വർക്കൊക്കെ ചെയ്ത് ബിൽഡിങ്ങുകളെല്ലാം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു മൊമെന്റ് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ അത് ഈസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാരുടെ നേർക്ക് ഇടാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരികയാണ്. അത്രയും വലിയ ബിൽഡിങ്ങുകൾ അതിനെ ഒരു കാരണവശാലും എറിഞ്ഞോ അവർക്കോ താങ്ങാനായിട്ട് കഴിയില്ല. എങ്ങനെ ഈ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. ലിയോയും അവന്റെ ഫ്രണ്ട്സും ആണെങ്കിൽ ആ കാഴ്ച കണ്ട് വണ്ടർ അടിക്കും. കമോൺ, നമുക്ക് എത്രയും വേഗം സോലാനിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് ഓടും. മറ്റൊരു ഭാഗത്ത് കിങ്ങും കൈറോസും റബേക്കയും ആ ഒരു വലിയ പവർ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവർക്കറിയില്ല നമ്മുടെ ആൾക്കാരെ എങ്ങനെ രക്ഷിക്കണമെന്ന്. വൈസ് അഡ്മിറൽ ആണെങ്കിൽ ഈസ്റ്റ് സൈഡിലുള്ള എല്ലാ സോൾജേഴ്സിനെയും ഇപ്പൊ തിരികെ വിളിക്കും. കാരണം ഇനിയും സോൾജേഴ്സ് അവിടെ നിന്ന തീർച്ചയായിട്ടും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ അറ്റാക്കിൽ അവർക്കും ജീവൻ നഷ്ടാവും. ഓയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി വരും. നമുക്കിനി ഒട്ടും സമയമില്ല, എത്രയും വേഗം വീട്ടിലേക്ക് പോയി കപ്പലെടുത്ത് നമുക്ക് രക്ഷപ്പെടണം. ഇവിടെ ചുന്ദരം പൈലറ്റാണെങ്കിൽ കലി കയറി പല്ല് കടിക്കുകയാണ്. കാരണം ആൾക്കാരെ രക്ഷിക്കാനാണ് അവർ ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഇപ്പോ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടുകിടക്കുന്നത്. ഉടനെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ കപ്പലിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോ ഉസോപ്പ് കാണും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ പിന്നിലൂടെ നമ്മുടെ ചെക്കൻ ലൂഫി അവനങ്ങനെ ഉഷാറായിട്ട് ഓടി വരികയാണ്. അവരെ കണ്ട് ഉസോപ്പ് അവൻ നിലവിളിക്കും. ഉറപ്പായാലും ലൂഫിയെ ആള് വെറുതെ വിടാൻ ചാൻസ് ഇല്ല. ലൂഫിക്കാണെങ്കിൽ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ചെയ്യുന്ന കാര്യമൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാൻ ഓൾറെഡി നിങ്ങൾക്കിട്ട് രണ്ട് പൊട്ടിക്കണമെന്ന് കരുതിയതാണെന്ന് പറഞ്ഞ് അവൻ കൈ ചുരുട്ടി ഇപ്പൊ അദ്ദേഹത്തെ ആഞ്ഞെട്ടിക്കും. ആ ഒരു മൊമെന്റ് കണ്ട് നമ്മുടെ പച്ചത്തലയൻ അവനാണെങ്കിൽ പേടിച്ച് അങ്ങനെ കണ്ണു പൊത്തും. ലൂഫിയുടെ പഞ്ചില് നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആൾ ഒരു സെക്കൻഡ് ഷോക്കാവും. പക്ഷെ ആളെ കൊണ്ട് കഴിയും പോലെ അവന്റെ പഞ്ചിനെ പ്രിവെന്റ് ചെയ്യാണ്. തലേനാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് പേടിയാവും. അവൻ വിളിച്ചു പറയും, ലൂഫി അത് നേവി അഡ്മിറലാണ്, ആളുടെ പവറിന്റെ അത്രയും നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. സോ ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും സ്കിപ്പായി ഓടി വായോ. അതിന് ലൂഫി പറയും, ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അന്നാ നേവി അഡ്മിറൽ കൂമ അവന്റെ മുൻപിൽ തോറ്റുപോയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് അവന്റെ ഇടിയിട്ട് തെറിച്ചു പോയത്. ഇനി അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൂഫി കട്ടയ്ക്ക് നിന്ന് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ലൂഫിയുടെ പഞ്ച് അതിനെ തടയാനായിട്ട് ആവുന്നത് ശ്രമിക്കും. ഇവിടെ ലൂഫിയുടെ ടീംമേറ്റ്സ് നമ്മുടെ ഉസോപ്പും സോറയും അവരെല്ലാവരും ഇപ്പൊ ലൂഫിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്.
കമോൺ ലൂഫി, അവനെ വിടരുത്, ഇടിച്ച് അവനെ ഈഞ്ച പരുവാക്കാൻ പറയും. അത് കേൾക്കുമ്പോൾ ലൂഫിക്കാണെങ്കിൽ ഡബിൾ ചാർജ് ആയിട്ട് വീണ്ടും നമ്മുടെ അപ്പാപ്പനെ അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. അടുത്ത നിമിഷം ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളുടെ നെക്സ്റ്റ് ലെവൽ പവറിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. അത് കേട്ട് ലൂഫിയും ഇപ്പൊ അവന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് പവർ എടുക്കുകയാണ്. ചുന്തനം പൈറട്ടും ടീമിനും ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ അവരുടെ ഇടയിലേക്ക് പോയിട്ട് ഫൈറ്റ് ചെയ്യണം, അവരെ തടയണം എന്നൊന്നും അറിയില്ല. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ആള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ പവർ അതിപ്പോഴും ആകാശത്ത് തന്നെ നിൽക്കുകയാണ്. അത് അവരുടെ ദേഹത്തേക്ക് വീണ അവര് തവിട് പൊടിയാവും. ചെയ്ത ലൂഫി അവൻ അറിഞ്ഞം പുറഞ്ചം ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആള് ഇട്ടിക്കുകയാണ്. പക്ഷെ ആളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ആള് സിമ്പിളായി ലൂഫിയുടെ ഓരോ പഞ്ചിനെയും അങ്ങനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ അടുത്തായിട്ട് എവിടെ ഇടിക്കാൻ പോകുന്നു, എന്ത് പഞ്ച് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ ആഞ്ഞടിക്കുക. ഓഫീസർ ആണെങ്കിൽ അത് മനസ്സിലാക്കി അവനെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്ത് തിരികെ അറ്റാക്ക് ചെയ്യും. ഞൊട്ടിയടയിൽ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ഇപ്പാളുടെ ഗ്രാവിറ്റി പവർ അതുപയോഗിച്ച് തറയിൽ വെച്ച് ലൂഫി അങ്ങനെ അമർത്തുകയാണ്. ലൂഫിക്കാണെങ്കിൽ അതിൽ നിന്ന് എഴുന്നേക്കാനാവില്ല. ലൂഫിക്ക് പിടികിട്ടും ഈ നേവി അഡ്മിറലിനും ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനവന്റെ തല അതങ്ങനെ ഈർപ്പിച്ച് കൊണ്ടുവന്ന് ഫ്ലോറിൽ ഒരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയിൽ ഫ്ലോർ തകർന്ന ഗ്യാപ്പിൽ നമ്മുടെ ചെക്കൻ രക്ഷപ്പെടുകയാണ്. പിന്നീട് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ആളെ വെട്ടിത്തെറിപ്പിച്ച് അച്ചരം പൊച്ചറ ഇടിക്കും. ആളാണെങ്കിൽ വീണ്ടും വീണ്ടും ആളുടെ പവർ ഉപയോഗിച്ച് അതിൽ ലൂഫിയെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ ആ പവറിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൂരേക്ക് ഓടും. പക്ഷെ ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആള് ബുദ്ധിപരമായി ലൂഫിയെ പിടിച്ചു വലിച്ച് അവന്റെ വെയിറ്റ് അത് അങ്ങനെ ലോസ് ചെയ്യിപ്പിച്ച് ഗ്രാവിറ്റി പവറിൽ അങ്ങനെ ഇറുക്കി പിടിക്കും. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ടെൻഷനാവും. ലൂഫി അവന്റെ പവറിൽ പെട്ടുപോകുമോ എന്നൊരു പേടി തോന്നും. പക്ഷെ നമ്മുടെ ചെക്കൻ അറിയാം അതിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെട്ടു വരണമെന്ന്. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ നിങ്ങളെ കിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അതിന് നേവി ഓഫീസർ, നീ എന്ത് കരുതി, ബ്ലൈൻഡ് മാൻ ആണെന്ന് കരുതി എനിക്ക് നിന്റെ അറ്റാക്ക് അതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നോ? എൻ്റെ ഉൾക്കണ്ണിൻ്റെ പവർ അത് നിന്റെ യഥാർത്ഥ കണ്ണുകൾക്കില്ല. മാത്രമല്ല എൻ്റെ ഓരോ മൂമെന്റ്സും വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത്രയും കാലവും ഒരുപാട് ഫൈറ്റൊക്കെ ചെയ്താണ് ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ ശരിക്കൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപേ എനിക്ക് നിന്റെ കഴുത്ത് അത് വെട്ടിയെറിയാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. എന്നല്ല ആരുടെ സഹതാപം അതെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആള് വീണ്ടും ആളുടെ വമ്പം ഫോഴ്സ് ഒക്കെ എടുത്ത് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങളുടെ പവർ അത് വളരെ കൂടുതലായിരിക്കാം, പക്ഷേ നിങ്ങളെപ്പോലുള്ളവരോട് എനിക്ക് എപ്പോഴും സ്നേഹവും സഹതാപവും തന്നെയാണ്. സോ തീർച്ചയായിട്ടും എൻ്റെ ഓരോ അറ്റാക്കും മൂമെന്റ്സും ഞാൻ പറഞ്ഞു തന്നെ അറ്റാക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരും. ഇത് കേട്ട് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളങ്ങനെ ചിരി കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പൊട്ടിച്ചിരിക്കും. ഇതിന് ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പില് വീണ്ടും വീണ്ടും ആൾ അച്ചറം പച്ചറം എവിടെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇടിച്ചു കൊണ്ടേയിരിക്കും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനാണെങ്കിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ആളിരിക്കുന്ന പൊസിഷനിൽ ആൾക്ക് വേറെ യാതൊരു വഴിയില്ലാതെ ആളുടെ അടുത്ത വെപ്പൻ അത് പുറത്തേക്ക് എടുക്കും. ആൾ ആ ബ്ലേഡ് അത് അങ്ങനെ നീട്ടി റേജിംഗ് ടയർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പവറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ആ ഒരു റിയാലിറ്റി അത് മുഴുവൻ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോകും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ ലെവൽ ഫൈറ്റിലേക്ക് പോവുകയാണെന്ന്. അവൻ അവിടെയുള്ള ആളുകളുമായിട്ട് ഇപ്പൊ ദൂരേക്ക് ഓടും. അവിടെയുള്ള വലിയ വലിയ മലകളും ബിൽഡിങ്ങുകളും ഒക്കെ തന്നെ തകർന്നടിയും. ലൂഫി ആണെങ്കിൽ അതിനിടയിലൂടെ ഫ്ലൈ ചെയ്ത് പോവാണ്. ബ്ലൈൻഡ് മാൻ തൻ്റെ ഫുൾ പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് കിതച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.